നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 201ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യർ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദി ആക്ച്വൽ ഇൻറ്റൻഷൻ ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. ഇതാണ് എൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ. ഇനി ആദ്യമായിട്ട് നമുക്ക് ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ ശിവാനന്ദ ലഹരി എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്, ഒരു കീർത്തന പുസ്തകമുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പരമശിവനെയാണ് സൃഷ്ടികർത്താവായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം ലോകത്തിലെ എല്ലാ ജീവികളുടെയും നാഥനായ പശുപതി എന്നാണ് പരമശിവനെ വിളിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ പരമശിവനെ പശുപതി എന്നാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാ പശുക്കളെന്ന എല്ലാ ജീവജാലങ്ങളുടെയും പതിയായിട്ടുള്ള ആൾ എന്നുള്ള അർത്ഥത്തിലാണ് വിളിച്ചിരിക്കുന്നത് പശുപതി എന്ന്. അപ്പം അദ്ദേഹം ശങ്കരാചാര്യ സ്വാമികൾ ശ്രീ പരമേശ്വരനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തിനാണ് ഭഗവാനെ ഈ സൃഷ്ടികൾ ഈ പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടികളൊക്കെ അങ്ങ് നടത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും. എന്നിട്ട് ഉത്തരം തന്നെ പറയുന്നു, അതായത് അങ്ങയുടെ ഇതെല്ലാം അങ്ങയുടെ ഒരു ക്രീഡ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു കളി, ഒരു തമാശയാണോ ഇത് എന്നും കൂടെ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. ആ കൃതിയിൽ ശിവാനന്ദ ലഹരി ചോദിക്കുന്നുണ്ട്. എല്ലാം ഭഗവാന്റെ ഒരു കളിയാണ്, അല്ലെങ്കിൽ എല്ലാം ഭഗവാന്റെ ഒരു തമാശയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. ഇനി ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ പറയുന്നതെന്ന് നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, ഓരോ ആത്മാവിനും ലോകത്ത് ഒരു അവസരം ഞാൻ നൽകും. ഓരോ ആത്മാവിനും ഈ ലോകത്ത് ഒരു അവസരം ഞാൻ നൽകും. അത് എന്തിനാണെന്ന് വെച്ചാൽ അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കാനും അത് എല്ലാറ്റിലും കഴിവുകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് എല്ലാറ്റിൽ നിന്നും മോക്ഷം കിട്ടാൻ, അതായത് എല്ലാ പ്രവൃത്തികളിൽ നിന്നും നമ്മൾ ഒരു മോക്ഷം ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഓരോ ആത്മാവിനും ഓരോ അവസരം തരുന്നത്. ആ ആത്മാവ് അത് മനസ്സിലാക്കി എല്ലാം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം പരബ്രഹ്മത്തിൽ ലയിക്കാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ള ലക്ഷ്യമാണ് ഓരോ ആത്മാവിനും ഓരോ ജീവിതം അല്ലെങ്കിൽ ഓരോ മനുഷ്യജന്മം തരുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ മനുഷ്യജന്മം കിട്ടണമെങ്കിൽ ആയിരക്കണക്കിന് ജന്മങ്ങൾ ശേഷം ഈ മനുഷ്യജന്മം കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എല്ലാത്തിൻ്റെയും ഉറവിടം ഞാനാണ് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും എൻ്റെ ഒരു അംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ എന്നിൽ വന്ന് ചേരാൻ പറ്റും, അതിൽ ലയിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ ലോക ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെങ്കിൽ അതെല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റും. അപ്പം മാത്രമല്ല, എല്ലാവർക്കും ആത്മീയ പാതയിലേക്കുള്ളൊരു വഴിയും കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറയുന്നത്. കാരണം നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഈ കർമ്മമാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളാ കഴിയുന്ന രീതിയിൽ. അപ്പം പഴയ പണ്ടത്തെ പുസ്തകങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളത് പഠിച്ചിട്ട് മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ലോകജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും ചെയ്ത് തീർന്നെങ്കിൽ എല്ലാവരെയും ആത്മീയമായ പാതയിലേക്ക് നയിക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ നിനക്ക് പുനർജന്മമില്ലാത്ത രീതിയിൽ നിനക്ക് പുനർജന്മ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എന്നിലേക്ക് ലയിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വീണ്ടും ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, എല്ലാവരും എന്നിൽ നിന്നാണ് ഉണ്ടായത്, അത് ഒരു സ്ഫോടനത്തിലൂടെ ആണെന്നാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള അത് തന്നെ ഒരു ബിഗ് ബാങ് തിയറി എന്നും പറഞ്ഞൊരു തിയറി തന്നെ ഉണ്ട്. അതെല്ലാം മോഡേൺ ഫിസിക്സ് ഒക്കെ അറിയാവുന്നവർക്കറിയാം. ഈ ബിഗ് ബാങ് തിയറിയിലാണ്
പിന്നെ ഫിസിക്സ് ഈ ലോകം എങ്ങനെ ഉണ്ടായെന്ന്, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഭഗവാൻ ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിൽ നിന്നുള്ള മഹാസ്ഫോടനത്തിൽ കൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ആധുനിക ശാസ്ത്രം ഇങ്ങനെ പിന്നെ ബിഗ് ബാങ് തിയറി പറയുന്നെങ്കിലും എങ്ങനെ ഈ പിന്നെ പുനർജന്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ പ്രക്രിയയിൽ നിന്ന് രക്ഷപ്പെടുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം ശാസ്ത്രമൊന്നും പറയുന്നില്ല. മാത്രമല്ല ഭഗവത്ഗീത പറയുന്നുണ്ട്, ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് വളരെ വിലയേറിയ ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ കൂടി നമുക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതിയും മോക്ഷവും സമ്പാദിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് മനുഷ്യജന്മം കിട്ടിയെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. പിന്നെ പ്രാപഞ്ചിക നൈമിക സുഖങ്ങളിൽ ലഹരികളിലും ഒക്കെ അടിമയായിട്ട് അവരവരുടെ ജീവിതം പാഴാക്കി കളയരുത് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. കാരണം നിങ്ങൾ പിന്നെ ഭഗവത്ഗീത ഒരു ദിവസം ഒരു പിന്നെ പേജെങ്കിലും വായിക്കണം, അല്ലെങ്കിൽ ഒരു ഭഗവത്ഗീതയിൽ 2 വരിയെങ്കിലും ഒരു ദിവസം വായിച്ചാൽ നിങ്ങൾക്ക് നേരായ കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഭഗവത്ഗീത എന്നും വായിക്കുന്നത് നിങ്ങൾക്ക് ശരിയായ ദിശയും മാർഗവും നൽകുമെന്നാണ്. അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ വലിയൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ ലോകം ഒരു മായയാണ്. അത് തന്നെ പിന്നെ നമ്മുടെ ഹിന്ദു തത്വശാസ്ത്രത്തിലും പറയുന്നുണ്ട്, ലോകം ഒരു മായയാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹവും പറയുന്ന പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും പറയുന്നത് അത് തന്നെയാണ്, ഒരു ഇല്യൂഷൻ, ഇതൊരു ഇല്യൂഷനാണെന്നാണ് പറയുന്നത് ഈ നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പം പിന്നെ അല്ലെങ്കിൽ ഒരു തോന്നൽ, ഒരു മായ അല്ലെങ്കിൽ തോന്നലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകം ഒരു മായയാണ് അല്ലെങ്കിൽ തോന്നലാണെന്നാണ് ഐൻസ്റ്റീനും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മരണത്തിനെ സ്വീകരിക്കണം. അതൊരു സത്യമാണെന്നാണ് ഐൻസ്റ്റീൻ്റെ അഭിപ്രായം. കാരണം ഈ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്ന ആ കാര്യം തന്നെയാണ് പിന്നെ ഐൻസ്റ്റീനും പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ മരണത്തെ സ്വീകരിക്കണം. അദ്ദേഹം അതുകൊണ്ട് ഐൻസ്റ്റീൻ അവസാന കാലത്ത് ചികിത്സകളൊന്നും സ്വീകരിക്കത്തില്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം മരണം കാത്തു കിടക്കുകയായിരുന്നു. അപ്പം മെഡിക്കൽ ആയിട്ടുള്ള ഒരു സഹായവും വേണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നെന്നാണ് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു സത്യം തന്നെയാണ്. കാരണം നമ്മുടെ പ്രവൃത്തികളും കാര്യങ്ങളും നമ്മുടെ പിന്നെ കർമ്മങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഈ ലോകത്ത് പിന്നെയും മെഡിക്കൽ സഹായത്തോടു കൂടി വർഷങ്ങളോളം കിടന്ന് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ അവസാനം മെഡിക്കൽ ഹെൽപ്പ് ഒന്നും കൂടാതാണ് മരിച്ചതെന്നാണ് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.